ഹലോ ഗായ്സ്, വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ. കഴിഞ്ഞ ദിവസം കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് കപ്പ പുഴുങ്ങാൻ ഓർത്തു. കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ അതിൻ്റെ തൊലി പെട്ടെന്ന് പൊളിച്ചെടുക്കാമല്ലോ. അതുകൊണ്ടാട്ടോ കപ്പ ഇങ്ങനെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നത്. നല്ലോണം കഴുകിയെടുത്ത് കേട്ടോ. കപ്പയ്ക്കകത്ത് മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം നല്ലോണം 3-4 വട്ടം കഴുകിയെടുത്ത് കഴുകി വൃത്തിയാക്കി നേരെ അടുപ്പത്ത് വെച്ച് കേട്ടോ. കപ്പയ്ക്ക് സൈഡായിട്ട് ഉള്ളിയും മുളകും ചതച്ചത് ഉണ്ടാക്കാൻ കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് മാറിയിരുന്ന് പൊളിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ, അപ്പം നല്ല ടൈം എടുത്ത് പൊളിച്ച് തീരാൻ. കപ്പ തിളച്ചപ്പോഴത്തേക്കും അതിനകത്ത് ഉപ്പിട്ട് കേട്ടോ. തിളയ്ക്കുമ്പോഴാട്ടോ നമ്മൾ ഉപ്പിടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ വെന്തിട്ടുണ്ടോയെന്ന്. നമ്മുടെ പപ്പടം കുത്തി വെച്ചാട്ടോ കുത്തി നോക്കുന്നത് വെന്തിട്ടുണ്ടോയെന്ന്. കപ്പ വെന്തപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി ഒരു സൈഡിലോട്ട് വെച്ച് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ പരിപാടി ഉള്ളിയും മുളകും ചതയ്ക്കലാണ് കേട്ടോ. കുറച്ച് ചെറിയുള്ളിയും 2 പച്ചമുളക് ആട്ടോ എടുത്തത്. ഈ പച്ചമുളകിന് നല്ല എരിവ്, അതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. ആദ്യം ഞാൻ കുറച്ച് ഉള്ളി ചതച്ച്, അത് കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചമുളകും ചതച്ച് കേട്ടോ. ചതച്ച് വെച്ച ഉള്ളിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഉള്ളിയും മുളകൊക്കെ ചതച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി ചായ വെക്കലാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഒരു പാലൊക്കെ എടുത്ത് ചായക്ക് വെള്ളം വെച്ച് നേരെ അടുപ്പത്തോട്ട് വെച്ച് കേട്ടോ. എൻ്റെ പുറകിൽ ഒരു കുഞ്ഞു മനുഷ്യൻ വന്നിരിപ്പുണ്ട് കേട്ടോ. ഓരോ കുരുത്തക്കേടായിട്ട് വന്നതാണ്. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വന്ന കേട്ടോ. അങ്ങനെ ഞാൻ നേരെ എടുത്ത് സ്ലാവിൻ്റെ മേളിൽ ഇരുത്തി. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഐസ്ക്രീമൊക്കെ എടുത്ത് കൊടുത്തൊരു സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. ആ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന പാലിൻ്റെ കവർ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാട്ടോ ശ്രദ്ധിച്ചത്. പാലിൻ്റെ കവർ കഴുകി ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കും. പഞ്ചായത്തിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റുന്നവർക്ക് കൊടുക്കാനാട്ടോ കവർ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ നല്ല കവറൊക്കെ ഉണങ്ങിയിരിക്കും. പാല് തിളച്ചപ്പോൾ തേയിലപ്പൊടിയൊക്കെ ഇട്ട് അരച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പുറകെ ഇരുന്നവൻ കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കിട്ടിയ സമയം വെള്ളത്തിൽ കളിക്കുക. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞ ഉമ്മയ്ക്ക് ഞാൻ പാത്രം കഴുകി തരാം എന്നൊക്കെ പറഞ്ഞ് സഹായിക്കുക. അവൻ്റെ വെള്ളത്തിൽ കളിക്കാനുള്ള അടവാട്ടോ. അങ്ങനെ കപ്പയൊക്കെ സെറ്റായി, ചായ റെഡിയായി. ഞാൻ ചായ കുടിക്കാതിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.